ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടൊയാട്ടോയുടെ ടൈസറിൻ്റെ ആണ് കേട്ടോ. നമ്മുടെ ടൊയാട്ടോയും മാരുതിയും കൂടെ ടൈപ്പ് ചെയ്തിട്ടുള്ള വണ്ടിയാണ് ടൊയാട്ടോ ടൈസർ. ഇനി നമ്മൾ ഇതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും പിന്നെ ഇതിൻ്റെ യൂസർ റിവ്യൂവും കൂടെ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ വെൽക്കം ടു അജിത് വ്ലോഗ്സ്. പിന്നെ നോക്കാൻ നേരത്ത് നമ്മുടെ മാരുതിയും ടൊയോട്ടയും ടൈപ്പായിട്ട് ചെയ്ത വണ്ടിയാണല്ലോ ടൈസർ. അതായത് അഞ്ചാമത്തെ വണ്ടി, അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത് കേട്ടോ. അഞ്ചാമത്തെ, അതായത് മാരുതിയും ടൊയോട്ടയും ടൈപ്പായിട്ട് അഞ്ചാമത്തെ വണ്ടിയാണ് ടൈസർ. അപ്പം നമുക്ക് ഇതിൽ പല വേരിയൻസും ഉണ്ട്. 1.2 ലിറ്ററിൻ്റെ പെട്രോൾ എഞ്ചിനും ഉണ്ട്, 1.2 ലിറ്ററിൻ്റെ CNG എഞ്ചിനും ഉണ്ട് കേട്ടോ. പിന്നെ 1 ലിറ്ററിൻ്റെ ടർബോ എഞ്ചിനും ഉണ്ട്. പിന്നെ ഇതിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം ഇതിൻ്റെ റീസെയിൽ വാല്യൂ, പിന്നെ ഇതിൻ്റെ ബ്രാൻഡ് വാല്യൂയും ഇതിൻ്റെ സർവീസ് കോസ്റ്റും. അതായത് സർവീസും ഭയങ്കര അടിപൊളി ആണ്. അത് സുസുക്കിയുടെ അല്ലാന്നല്ല, മാരുതിയുടെ അല്ലാന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഒന്നും കൂടെ അടിപൊളിയായിട്ട് ഇപ്പം ഇതിൻ്റെ യൂസർ പറഞ്ഞതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ യൂസർ റിവ്യൂയിലേക്ക് പോവാം. ഇതിൻ്റെ യൂസ് ചെയ്യുന്ന ആളെ നമുക്ക് വിളിക്കാം കേട്ടോ. ഹായ്. അപ്പം ഇവനാണ് കേട്ടോ. അപ്പം നമുക്ക് നേരെ ഇതിൻ്റെ യൂസർ റിവ്യൂയിലേക്ക് പോവാം. വാ പൊന്നു ഗൈസ്, നമ്മുടെ ഈ മഴക്കാലത്താണ് നമ്മൾ വീഡിയോ ഒക്കെ ഇറങ്ങിയത്. നല്ല മഴയാണ് ഗൈസ്, അതുകൊണ്ടാണ് നമ്മൾ കാറിനകത്ത് ഇരുന്നത്. യൂസർ റിവ്യൂ ആയതുകൊണ്ട് പിന്നെ കാറിനകത്ത് കയറി പറയാമല്ലോ എന്ന് വിചാരിച്ചത്. അപ്പോൾ എടാ പറ, നീ ഇതെടുക്കാനുള്ള കാരണം എന്താ? സോങ്സ് ഉണ്ടായിരുന്നു, ഇതിന്റെ സെയിം സ്പെക്ക് തന്നെയാണല്ലോ ഫ്രോങ്സിനും. അപ്പൊ നീ എന്തുകൊണ്ടാണ് ഈ ടൈസറിലേക്ക് മാറിയത്? അതായത് ഇപ്പോ ടൈസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടൊയോട്ട ബ്രാൻഡിന്റെ ആണല്ലോ. ഇത് ബ്രാൻഡ് വാല്യൂ ടൊയോട്ടയുടെ ആണ് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് തോന്നിയ സാധനം. പിന്നെ എന്ന് പറഞ്ഞാൽ സർവീസ്, നമുക്ക് മാരുതി സർവീസ് കൊള്ളൂല എന്നല്ല ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ, പക്ഷെ സ്റ്റിൽ നമുക്ക് ഇച്ചിരി അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ സർവീസ് നല്ല രീതിയിൽ ചെയ്ത് കിട്ടുന്ന ഒരു ഇത് ടൊയോട്ട ആയിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോ സർവീസിന് കൊണ്ട് കൊടുത്തിട്ടാണെങ്കിലും നമുക്ക് അങ്ങനെ തന്നെ നമ്മൾ ആ വിചാരിച്ച കാര്യം തന്നെ നമുക്ക് ഇതിൽ സർവീസിൽ കിട്ടിയിട്ടുണ്ട്. വണ്ടി ഇപ്പൊ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഓണം ഓഗസ്റ്റ് ആ ഒരു ടൈമിൽ നമ്മൾ വണ്ടി എടുത്താണ്. 1 ഇയറിന്റെ അടുത്താവുന്ന വണ്ടി. ഇപ്പൊ എവിടെയൊക്കെ ലോങ് ഒക്കെ എവിടെയൊക്കെ പോയിട്ടുണ്ടാവും ഇതുകൊണ്ട്? നമ്മള് തിരുപ്പതി പോയി, പിന്നെ ഇവൻ ഇടുക്കിയിലാണ് പഠിക്കണത്. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഇടുക്കിയിലോട്ട് പോക്ക് ഉള്ളതാണ്. അപ്പോ അത് ലോങ്, വലിയ ലോങ് അല്ല, ബട്ട് സ്റ്റിൽ ഇടുക്കിയിലോട്ട് പോക്ക് വന്ന് ഇടുക്കി പോണതാണ് വണ്ടി. അപ്പോ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ വണ്ടി നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അവരുടെ സർവീസ് അത്യാവശ്യം നല്ലതാണ്. അതാണ് നമ്മുടെ മെയിൻ റീസൺ നമുക്ക് ടൊയോട്ട എടുക്കുക എന്നുള്ളതിന്റെ. അടിപൊളി. നമുക്ക് പിന്നെ ഇതിന്റെ ലെഗ് സ്പേസും അതും, അതായത് ഇപ്പം എന്താ വെച്ചാൽ ചേട്ടൻ ചോദിച്ചില്ല നമ്മള് ലോങ് എങ്ങനെ പോയി, എന്തോരം പോയി എന്നൊക്കെ ഉള്ളത്. ഇപ്പൊ ലോങ് പോയപ്പോഴാണല്ലോ നമ്മൾ പോണത് എല്ലാവരും ഫാമിലി ആയിട്ട് തന്നെ പോണത്. ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ അച്ഛനും അമ്മയുണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാവരും 4 പേരും കൂടെയാണ് എവിടെയാണെങ്കിലും പോവാറ്. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട കാര്യം ലെഗ് സ്പേസ്. കാര്യം ഒരു ലോങ് ട്രിപ്പ് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്ന് കുഴയും. നോർമലി ഒരു വണ്ടി ഇപ്പം തിരുപ്പതി വരെ പോവാന്ന് പറഞ്ഞാൽ തന്നെ അത്യാവശ്യം ദൂരം 800 കിലോമീറ്ററിന്റെ അടുത്ത് ആയല്ലോ. അപ്പൊ നമ്മൾ ഇരുന്ന് കുഴയും. നമ്മുടെ നടുവ്, കാല് ഒക്കെ ആണല്ലോ നമുക്ക് മെയിൻ സാധനം. അപ്പം ഇതിന്റെ എന്ന് പറഞ്ഞാൽ ലെഗ് സ്പേസ് നല്ലതാണ്. ഇപ്പൊ ഞാൻ എന്റെ സീറ്റ് ഫുള്ള് പുറകോട്ട്, ഞങ്ങളുടെ 2 പേരുടെ സീറ്റ് ഫുള്ള് പുറകോട്ട് എടുത്തിട്ടിരിക്കുക. ബസ് പുറകിൽ ഒരുത്തൻ ഇരിപ്പുണ്ട്, അവന് നല്ല രീതിയിൽ മുട്ട് മടക്കാണ്ട്, അതായത് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ അവന് കാല് വെച്ചിരിക്കാൻ പറ്റിയ സ്പേസ് ഉണ്ട്. നല്ല രീതിയിൽ ലെഗ് സ്പേസ് കിട്ടും വണ്ടിയിൽ. അപ്പോ പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാ, എടാ ഇനി ഇതിനൊരു ഡ്രോബാക്ക് പറയുവാണെങ്കിൽ നീ എന്താ പറയാ? ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം അങ്ങനെ വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ ഞാൻ പറയാ, നമ്മളിപ്പോ 3rd വേരിയന്റ് ആണ്, എക്സ്പ്രസ് ആണ് വേരിയന്റ് എടുത്തേക്കുന്നത്. അപ്പൊ ഇതിന് നമുക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ആംറസ്റ്റ് വിത്ത് റിയർ AC, വണ്ടിക്ക് അത്യാവശ്യം സ്പേസ്, ബൂട്ട് സ്പേസും ലെഗ് സ്പേസും എല്ലാം ഇച്ചിരി കൂടുതലുണ്ട്. അപ്പൊ ലെങ്ത് അത്യാവശ്യം വരുന്നുണ്ട്. പുറകിൽ വരെ കൂളിംഗ് എത്തും, എങ്കിലും അങ്ങ് നല്ല എഫക്റ്റീവ് ആയിട്ട് കിട്ടൂല. അപ്പൊ നമ്മൾ റിയർ AC നമുക്ക് ഇല്ലാത്ത ഒരു വലിയ ഫോൾട്ടാണ്. അപ്പൊ നമ്മൾ ഇത് എക്സ്ട്രാ പിടിപ്പിച്ച സാധനമാണ് ഈ ആംറസ്റ്റ് വിത്ത് റിയർ AC. ഏകദേശം എത്ര കോസ്റ്റ് വന്നിട്ടുണ്ടാവും? കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ എക്സ്ട്രാ പിടിപ്പിച്ചേക്കുന്ന സാധനം ഒന്നീ ആംറസ്റ്റ് വിത്ത് റിയർ AC, 2 ടെയിൽ ലാമ്പ് ഞങ്ങൾ വെച്ചു. പിന്നെ ഇതിന് ക്യാം ഇല്ല, റിവേഴ്സ് ക്യാമും ഇല്ല, 360 അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല 3rd വേരിയന്റിൽ. ഞങ്ങൾ റിവേഴ്സ് ക്യാം ഞങ്ങൾ എക്സ്ട്രാ പിടിപ്പിച്ചു.
റിവേഴ്സ് ക്യാമറ നിങ്ങൾ നോക്കുവാണെങ്കിൽ കാണാം അത്യാവശ്യം ക്ലാരിറ്റി ക്വാളിറ്റി ഉള്ളൊരു ഇത് കിട്ടും നമുക്ക് റിവേഴ്സ് ക്യാമറ. അപ്പൊ ഈ 3 സാധനം കൂടെ ഞങ്ങൾ വെച്ചിട്ട് അറൌണ്ട് 1 lakhന്റെ അടുത്ത് കോസ്റ്റ് വന്നു ഈ 3 ഐറ്റത്തിന് മാത്രമായിട്ട്. അപ്പോ ഡ്രോബാക്ക് എന്ന് വെച്ചാൽ വലിയ ഡ്രോബാക്ക് അല്ല. ഞങ്ങൾ തേർഡ് വേരിയന്റ് ആണ്. ഫസ്റ്റ് വേരിയന്റ് എടുത്ത് എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ഉണ്ടാവും. 360 ഉൾപ്പെടെ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. ബട്ട് സ്റ്റിൽ ഫസ്റ്റ് വേരിയന്റ് വരെ പോകേണ്ട കാര്യം വേറെ ഒന്നും വരുന്നില്ല. അപ്പൊ നമ്മൾ ഈ തേർഡ് വേരിയന്റിൽ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ പിടിപ്പിക്കുമ്പോൾ അത്യാവശ്യം ഫസ്റ്റ് വേരിയന്റ് പോലെ ആകുന്നുണ്ട് വണ്ടി. ഫാമിലി യൂസ് കാർ പക്കയാണ്, സൂപ്പറാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ലോങ് പോകാനും നമുക്ക് നേരത്തെ പറഞ്ഞല്ലോ കാല് നടുവ് തുടങ്ങിയ സാധനങ്ങൾ സീറ്റിന്റെ കുഷനിങ് ഒക്കെ ആണെങ്കിലും നല്ല സോഫ്റ്റിംഗ് നല്ല ഹൈറ്റ് അഡ്വാൻറ്റേജ് ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഈ കാല് നമുക്കിപ്പോ ഡ്രൈവിംഗ് സീറ്റ് ഫുള്ള് സീറ്റ് ഉണ്ടോ ഈ ഒരു എനിക്ക് ഫുൾ എന്റെ ലെഗ് ഫുള്ള് സ്ട്രെച്ച് ചെയ്ത് വെക്കാനും മാത്രം സ്പേസ് എനിക്ക് സീറ്റ് പുറകോട്ട് എടുത്താൽ കിട്ടും. ഡ്രൈവർ ഒരിക്കലും അത്രയും ചെയ്യില്ല. ബട്ട് സ്റ്റിൽ ഞാൻ പറഞ്ഞ കാര്യം ഇപ്പൊ നമ്മൾ ഇത് ഫുള്ള് സ്ട്രെച്ച് ചെയ്ത് പുറകോട്ട് ഇട്ടാലും ബാക്കിലിരിക്കുന്ന ആൾക്ക് ലെഗ് സ്പേസ് അത്യാവശ്യം കിട്ടും. അപ്പൊ ഫാമിലി വൈസ് നോക്കുമ്പോൾ നല്ല കംഫർട്ട് ആണ് ഈ വണ്ടി ഓടിക്കാൻ. അടിപൊളിയാണ്. സാറ്റിസ്ഫൈഡ് ആണ്. ഒരു വർഷമായിട്ട് നല്ല സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് എനിക്ക്. പക്കയാണ്. ഇപ്പൊ നിങ്ങള് ആരൊക്കെ ഓടിക്കുന്ന വണ്ടി? അച്ഛനും അനിയനും ഞാൻ. അമ്മയ്ക്ക് ലൈസൻസ് ഉണ്ട്, ബട്ട് അമ്മ അങ്ങനെ വണ്ടി എടുത്ത് ശീലമില്ല. ഞങ്ങൾ 3 പേര്, അച്ഛനും ഞാനും അനിയനുമാണ് വണ്ടി കൊണ്ട് നടക്കുക. അനിയനാണ് അതിൽ ഏറ്റവും കൂടുതൽ വണ്ടി ഓടിച്ചിട്ടുള്ളത്. നേരത്തെ നിങ്ങൾ കണ്ടല്ലോ കുറച്ച് അവന് നല്ല രീതിയിൽ ഇങ്ങനെ വർത്താനം പറഞ്ഞ് വരുന്ന എത്തുന്നില്ല. അതുകൊണ്ടാണ് പിന്നെ ഞാനും കയറി ഇരുന്നത്. അവനാണ് വണ്ടി ഓടിച്ച് അത്യാവശ്യം നല്ല പരിചയവും ശീലവും കൂടുതൽ അവൻ തന്നെയാണ്. ഇതിന്റെ സൗണ്ടാണ് നിങ്ങൾക്ക് കേൾക്കുന്നത്. ഭയങ്കര സൗണ്ടാണ് കേട്ടോ. അത് ഈ വീഡിയോയിൽ എത്ര എഫക്റ്റ് ഉണ്ടെന്ന് എനിക്കറിയില്ല. പൊന്നു മോനെ വേറെ ലെവല് സൗണ്ട് ആണ് കേട്ടോ അതിനകത്ത്. ഒരു രക്ഷയില്ല. ഇപ്പൊ ഞങ്ങൾ ചെറിയ ഡ്രൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു രക്ഷയില്ല. ഒരു സർപ്രൈസ് വീഡിയോ അടുത്ത് വരുന്നുണ്ട് ഗൈസ്. അത് ഭയങ്കര അടിപൊളി ഒരു സാധനം വരുന്നുണ്ട്. അതാ അതെ, നമ്മള് ഇപ്പൊ ഇറക്കും. സാധനം വരുന്നുണ്ട്. അടുത്ത വീഡിയോ വേണ്ടി ട്യൂൺ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിരുന്നു. അതെ, സാധനം വരുന്നുണ്ട് ഗൈസ്. താമസിക്കാതെ ഈ വീഡിയോയുടെ എന്റെ ഒരു നോക്കി ഒരു ടൈലന്റ് നമ്മൾ ഇട്ടിട്ടുണ്ട് പുതിയത്. അപ്പൊ ഗൈസ് ഞങ്ങള് ഈ ഒരു യൂസർ റിവ്യൂ, ചെറിയൊരു യൂസർ റിവ്യൂ ആണ്. ഞങ്ങൾ രാവിലെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് കുറച്ച് റിവ്യൂ എടുക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ വന്നിരിക്കുക. അല്ലാണ്ട് എനിക്കിത് പറഞ്ഞുള്ള ശീലവും ഇല്ല, അങ്ങനെ ഒരു കാര്യമില്ല. ജസ്റ്റ് ഇതേ വരുന്നു. ആദ്യമായിട്ട് കണ്ടിട്ട് വീഡിയോയുടെ മുമ്പിൽ തന്നിരിക്കണം. അതിന്റെ ചമ്മലൊക്കെ ഉണ്ട് എന്റെ മുഖത്ത്. ഗെയിമറാണ് ഗൈസ്. അങ്ങനൊന്നും ഇല്ല. എന്നോ യൂട്യൂബ് ഒക്കെ തുടങ്ങി കുറെ നടന്നതാ. പിന്നെ അതിന്റെ പുറകെ പോവാറില്ല. വർക്ക് ചെയ്യുകയാണ്. ഫെഡറൽ ബാങ്കിന്റെ ഹെഡ് ഓഫീസിൽ വർക്ക് ചെയ്യുന്നു. TMFP ട്രാൻസാക്ഷൻ മോണിറ്ററിംഗ്. അങ്ങനെ പോകും. അങ്ങനെ അപ്പം വർക്കും ഒക്കെ ആയതുകൊണ്ടാണ് ഇപ്പൊ ഗെയിമിങ് അങ്ങനെ ഗെയിം കളിക്കുകയും ചെയ്യും ഗൈസ്. പക്ഷെ ആള് കുറച്ച് ഇൻട്രോവേർട്ട് ആയിരുന്നു. ഇപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോ ആള് ഇൻട്രോവേർട്ട് ഒക്കെ മാറും. അപ്പൊ ഗൈസ് ഇത്രയൊക്കെ ഉള്ളു. ചെറിയൊരു വീഡിയോ ആയിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ എന്നും പറഞ്ഞ പോലെ ഒന്ന് എനേബിൾ വെച്ചേക്കട്ടോ. അപ്പൊ നമ്മുടെ ഒരു സാധനം ഉണ്ട്, കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ ഒരു ടൈലന്റ് ഉണ്ട്. ഇതിനൊരു ഐറ്റം ഞങ്ങൾ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഒരു വണ്ടി വരുന്നുണ്ട്. ഇതിന്റെ ഔട്ടറോ നിങ്ങൾ കാണും. ഔട്ടറോ ഒരു സാധനം വരും. അപ്പൊ നമ്മുടെ അടുത്ത വീഡിയോ കണ്ടിട്ട് ട്യൂൺ വീഡിയോ. അപ്പൊ അധികം നീട്ടുന്നില്ല. അപ്പൊ അടുത്ത വീഡിയോ ബൈ.